ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ നോമ്പുതുറൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും ഞാനൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ രാവിലെ പോകുന്നതാണ്. അപ്പോൾ 2 ദിവസം നമ്മളെ വീട്ടിൽ നോമ്പ് തുറന്നിട്ടുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ അവിടുന്ന് പോരുകയാണ്. രാവിലെ അല്ല കേട്ടോ, ഉച്ചയ്ക്ക് ശേഷമാണ്. സോറി, മറന്ന് പറഞ്ഞാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് പോരുന്നത്. അപ്പം അന്ന് ഇവിടെയാണ് നോമ്പ് പിന്നെ പിറ്റേത്തെ ദിവസമായിരുന്നു ഇവിടുത്തെ നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ പോകുന്നതാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ നേരത്താണ് വന്നത്. അപ്പോൾ അനിയത്തിയും മക്കളും ഉണ്ട്, പിന്നെ ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൽ അങ്ങനെ കാറിൽ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ചീരക്കഞ്ഞി മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചീരക്കഞ്ഞിക്കാണ് കേട്ടോ പൂതി, കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാളെയാണല്ലോ നോമ്പ് തുറ. അപ്പോൾ നാത്തൂന് ഇവിടെ കുറച്ച് സമൂസയും ചീരക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചീരക്കഞ്ഞി ഉണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് എന്തിനാ പത്തിരി ഉണ്ടാക്കിയൊന്നും വേണ്ട, അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. പിന്നെ നാളെ ബിരിയാണി അല്ലേ, അപ്പോൾ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി നോമ്പറക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അത് അത്യാവശ്യം കൂടുതൽ സമൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് തണ്ണിമത്തനും പിന്നെ അതുപോലെ ആപ്പിളും ഉണ്ട്. പിന്നെ കുറച്ച് നാരങ്ങളും കലക്കി വെച്ചിരിക്കണം. അപ്പോൾ അത് അതിൽ തുറന്ന് നോക്കുമ്പോൾ ഇതിലുണ്ട് ഇത്രയും പത്തിരി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. സംഭവം നോമ്പറന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നിനും ആവശ്യം ഉണ്ടായില്ല. ഞങ്ങൾ ഈ ജീരകഞ്ഞി കുടിച്ചേക്ക് പിന്നെ ഞങ്ങളെ വയറ് ഫുള്ളായിട്ടോ. അപ്പോൾ ഈ ആപ്പിളും തണ്ണിമത്തനും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ തിന്നാനും കൂടി പറ്റിയിട്ടില്ല. അതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ കണ്ട് വെക്കുകയും ചെയ്തിട്ട് പിന്നെ കിടക്കുന്ന സമയത്ത് 2 കഷ്ണമൊക്കെ തിന്ന് അതും ബാക്കിയായിരുന്നു, അത് നിന്നില്ല. പിന്നെ ഞങ്ങൾ അത്താഴത്തിന് നെയ്ച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറിയും പത്തിരിയൊക്കെ തിന്നത് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറക്കാൻ ഏകദേശം സമയമായിരിക്കണം കേട്ടോ. കുട്ടികൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ആ പനിയത്തിൻ്റെ മക്കളുണ്ടായി, അവൾക്ക് വലിയ സന്തോഷമാണല്ലോ. അങ്ങനെ ജീരകഞ്ഞിക്ക് നല്ല ഉപ്പിലിട്ട മാങ്ങി അച്ചാറും ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ കഞ്ഞി കുടിച്ച് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ നല്ലൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തലേ ദിവസം തന്നെ വന്നത്. പിന്നെ നമ്മളിവിടെ പരിപാടി 13-ാം നോമ്പിനാണ് നോമ്പറക്കലുണ്ടാവൽ. അപ്പോൾ അതിന് മുന്നേ വന്നാൽ ഈ കഞ്ഞി കുടിക്കാതെ നോമ്പറക്കലിന് പിന്നെ ഈ കഞ്ഞി ഉണ്ടാക്കില്ലല്ലോ വിചാരിച്ചിട്ടോ. പിന്നെ നാരങ്ങളും കലക്കിക്കണം. അപ്പോൾ ഞാനവിടെ നാരങ്ങളും തന്നെ കലക്കലില്ല കേട്ടോ. പിന്നെ നോമ്പറന്നേക്ക് തണുപ്പ് നല്ലതല്ലല്ലോ വെച്ചിട്ട് കലക്കലില്ല. അപ്പോൾ ഇവിടെ നാരങ്ങളുള്ള ഓൾക്ക് എന്നും വേണം കേട്ടോ നാത്തൂനിക്ക്. ഇപ്പോൾ നല്ല തണുപ്പിൽ നാരങ്ങളൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടാൽ പിന്നെ നമ്മളെങ്ങനെയായാലും 2 ഗ്ലാസ് കുടിക്കുമല്ലോ. അതൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ കുട്ടികളിങ്ങനെ ഇരുത്തിയിട്ട് അവർക്ക് ഇങ്ങനെ കഞ്ഞി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പിലിട്ടൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകക്കഞ്ഞി ഇവിടെ വെക്കൽ വേറെ രൂപത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് കുടിക്കുമ്പോൾ. പിന്നെ ചെറിയ അരി ഉണ്ടല്ലോ അതായിട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വേടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കിടക്കുന്ന സമയത്തും ആർക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പത്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് ഇത് അത്താഴത്തിനൊന്നും മേടിയെടുത്തിട്ടില്ല കേട്ടോ. അത്താഴത്തിന് ചിക്കൻ കറിയും പത്തിരിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് തന്നെ കേട്ടോ. ചോറൊന്നും കഴിക്കില്ല, ചായയാണ് കഴിക്കുക. പിന്നെ നമ്മളെ മുറ്റത്തൊരു ചെറിയൊരു മൂച്ചയുണ്ട്, ടൈം ഉണ്ടായ മാങ്ങയുണ്ടത്. അപ്പോൾ 2-3-4 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ നേരം വെളുത്തിട്ട് എല്ലാവരും ഇവിടെ നല്ല പണിയായിരുന്നു. അപ്പോൾ ഇന്ന് നോമ്പറക്കലാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സമൂസൊക്കെ ഉള്ളതും അതുപോലെ പക്കവാടൊക്കെ ഉള്ളതും പിന്നെ ചോറ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ബിരിയാണി കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ബീഫുണ്ട്, അത് വരട്ടുന്നുണ്ട്. പിന്നെ എന്താണ് ഫ്രൂട്ട്സ്, അതുപോലെ എന്താ പറയുക ഈ പൊരിക്കടിയാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള സംഭവം പിന്നെ ഒരു 12-13 ആൾക്കാരുണ്ടാവും. നമ്മൾ അതിൻ്റെ ആൾക്കാരായിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുടുംബക്കാരായിട്ടും അയൽവാസികളായിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ ജ്യൂസ് അടിക്കുന്നതാണ് എന്താ പറയുക പൈനാപ്പിളാണ് കേട്ടോ.
പിന്നെ സമൂസക്കുള്ള ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആക്കിയിരിക്കണ്. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണ്. അതുപോലെ ബീഫൊക്കെ ഇതോടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് വരട്ടിയത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ ഇത് മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇവിടെ അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ വല്ലപ്പോഴും വന്നാൽ പിന്നെ എല്ലാവർക്കും മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചോക്കണ മൈലാഞ്ചിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുട്ടികൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നേരമൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്ന് അതിനെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് അസർക്ക് ശേഷം കേട്ടോ. പിന്നെ ഞങ്ങൾ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ തന്നെ സമൂസ തന്നെ ഒരുപാട് പേര് ഇരുന്നിട്ട് സമൂസ ഒക്കെ ചിരിച്ചിരുന്ന് പിന്നെ കുറച്ച് ആൾക്കാർ പൊരിക്കാൻ നിന്ന് പക്കവാടി ഇത് മാത്രം മഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ 4 പൊരിക്കടി ഉണ്ടായിട്ട് ഒരുപാട് ബാക്കിയായിരുന്നു കേട്ടോ. കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൊണ്ട് കഴിക്കൂലല്ലോ കൂടുതലൊന്നും. അപ്പോൾ ഇതന്നെ അത്യാവശ്യം ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതും പിന്നെ അതുപോലെ പൊരിക്കടിയും ഫ്രൂട്ട്സ് പിന്നെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. അതൊക്കെ പല ഡ്യൂട്ടിയാണ്. ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യുന്നു പരിപാടികളൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി വെക്കൽ. അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരും ഈ വെടുക്കോർത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നത് ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ 2 കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ ആദ്യം തന്നെ എല്ലാവർക്കും റെഡിക്ക് വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പറക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവരൊക്കെ വിശപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടി നോമ്പറക്കാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്തതാണ് കേട്ടോ. ഇത് കുറച്ച് വീഡിയോ അങ്ങനെ അതും കൂടി ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല രസം ചെയ്യുന്നുണ്ട് നോമ്പറക്കുമ്പോൾ. അങ്ങനെയൊക്കെ കൂടുമ്പോൾ ഉള്ള ഒരു സുഖം തന്നെ പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എത്ര എന്ത് തന്നെ കഴിച്ചാലും എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതിനൊരു ഭയങ്കര രസമല്ലേ. പിന്നെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് വിളമ്പിട്ട് അപ്പോൾ ചോറ് ഓർഡർ ചെയ്തതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഇപ്പോൾ അടിപൊളി ബിരിയാണിന്ന് ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേറെ ആക്കുന്നുണ്ട്. ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിസ്കരിക്കാൻ പോയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാതെ നിന്നിട്ട് പിന്നെ ഇതൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തെങ്കിലും അച്ചാറും കച്ചമ്പറും ഉണ്ട്. പിന്നെ പൊറാട്ട കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്തിരി ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആണുങ്ങൾ പകുതി പേരൊക്കെ ആണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കൊലായിൽ എല്ലാവരും കൂടി നിന്നിട്ടാണ് ആദ്യം. പിന്നെ ആൾക്കാരൊക്കെ പിന്നെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടെ കൊലായിൽ നേരം നിസ്കരിക്കാനൊക്കെ നിന്ന്. അപ്പോൾ ഇതിന് ഞങ്ങൾ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലേതും കൊണ്ടുവച്ചിട്ട് ആണുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ കഴിച്ച് പോയതിന് ശേഷം ഞങ്ങളും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ